2024 ജൂൺ 18 ചൊവ്വ. ഇന്ന് 1199 മിഥുനം 4. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മണിപ്പൂർ സംഘർഷം കുക്കി മെയ്തൈ വിഭാഗക്കാരുമായി ഉടൻ ചർച്ചയെന്ന് അമിത്ഷാ. മണിപ്പൂരിൽ വംശീയ സംഘർഷം അവസാനിപ്പിക്കാൻ കുക്കി മെയ്തൈ വിഭാഗക്കാരുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനും നടപടികൾ സ്വീകരിക്കാനും അമിത്ഷാ തിങ്കളാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. യോഗത്തിൽ നിന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് വിട്ടുനിന്നു. സംസ്ഥാന ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്, ചീഫ് സെക്രട്ടറി വിനീത് ജോഷി എന്നിവരാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഹാജരായത്. മണിപ്പൂരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു. കുക്കി മെയ്തി വിഭാഗക്കാരുമായുള്ള ചർച്ചയിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കും. സുരക്ഷാസേന കൂടുതൽ കാര്യക്ഷമതയോടെയും തന്ത്രപരമായും സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ആരോഗ്യവും ഉറപ്പുവരുത്തണം. സംഘർഷബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും അമിത്ഷാ പറഞ്ഞു. സുനിത വില്യംസ് ഭൂമിയിലെത്താൻ വൈകും. ജപ്പാനിൽ മാരക ബാക്ടീരിയ പടരുന്നു. ബഹിരാകാശ പേടകം ബോയിങ് സ്റ്റാർലൈനറിൻ്റെ തിരിച്ചുവരവ് നീട്ടിവെച്ചു നാസ. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ വരാനുള്ള തീയതി ജൂൺ 22 പുതുക്കി നിശ്ചയിച്ചു. നേരത്തെ ജൂൺ 18 തിരിച്ചു വരാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ദൗത്യം നീട്ടിവെച്ചത്. സുനിത വില്യംസിനും സഹയാത്രികൻ ബാരി യുജിൻ ബുഷ് വാൽമോറിനും ബഹിരാകാശ നിലയത്തിൽ 4 ദിവസം കൂടുതലായി ചെലവിടേണ്ടി വരും. മടക്കയാത്ര നീട്ടിയതോടെ മൊത്തം ദൗത്യം 2 ആഴ്ചയിലേറെയാകും. ബഹിരാകാശ പേടകം പുറപ്പെടുന്നതിനു മുൻപ് നാസ ഉദ്യോഗസ്ഥർ തെക്ക് പടിഞ്ഞാറൻ US ലാൻഡിംഗ് സ്ഥലങ്ങളുടെ കാലാവസ്ഥാ സ്ഥിതിഗതികൾ വിലയിരുത്തും. ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മരണസാധ്യത. ജപ്പാനിൽ മാരക ബാക്ടീരിയ പടരുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മാരകമാവുകയും ജീവഹാനിക്ക് ഇടയാക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നു എന്ന റിപ്പോർട്ട്. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇതുമൂലമുണ്ടാകുന്ന സ്ട്രോപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം കഴിഞ്ഞ വർഷമാകെ 941 പേരെയാണ് ജപ്പാനിൽ ബാധിച്ചതെങ്കിൽ ഈ വർഷം ജൂൺ 2 977 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ രോഗബാധ നിരക്ക് തുടർന്നാൽ ഈ വർഷം 2500 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ. 30% മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത്. ഗ്രൂപ്പ് എ സ്ട്രോപ്റ്റോകോക്കൽ സാധാരണയായി കുട്ടികളിൽ തൊണ്ട ഇടർച്ചയ്ക്കും വീക്കത്തിനും കാരണമാകാറുണ്ട്. അതേസമയം ചിലരിൽ ഇത് സന്ധിവേദന, സന്ധിവീക്കം, പനി, കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാവുകയും അങ്ങനെ മരണത്തിനിടയാക്കുകയും ചെയ്യും. 2022 5 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു. സിംഗപ്പൂരിൽ കോവിഡ് കേസുകൾ കൂടുന്നു. മാസ്ക് ധരിക്കാനും വാക്സിൻ സ്വീകരിക്കാനും നിർദ്ദേശം. സിംഗപ്പൂരിൽ കോവിഡ് കേസുകളിലുണ്ടായ വർധനവിൻ്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളുമായി സർക്കാർ. മുൻ ആഴ്ചത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണം ഇരട്ടിയായി. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ഓങ് യി കുങ് ആവശ്യപ്പെട്ടു. പുതിയ കോവിഡ് വകഭേദത്തിൻ്റെ വ്യാപനം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു. മുന്നാഴ്ച രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 13,700 കോവിഡ് കേസുകളാണെങ്കിൽ മെയ് 5 മുതൽ 11 വരെയുള്ള ഒരാഴ്ച രേഖപ്പെടുത്തിയത് അതിൻ്റെ ഇരട്ടിയോളമാണ്, 25,900 കേസുകൾ. ഈ കാലയളവിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 181 നിന്ന് 250 ഉയർന്നു. കോവിഡ് കേസുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിന് അടിയന്തര സ്വഭാവമില്ലാത്ത ശസ്ത്രക്രിയകൾ നീട്ടിവെക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. പരമാവധി രോഗികളെ കെയർ സെൻ്ററുകളിലേക്ക് മാറ്റും.
പടിപടിയായി ഉയരുന്ന കോവിഡ് കേസുകൾ പുതിയ തരംഗത്തിൻ്റെ ലക്ഷണമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. അടുത്ത 2-4 ആഴ്ചയ്ക്കുള്ളിൽ കേസുകളുടെ എണ്ണം മൂർധന്യത്തിലെത്തുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 12 മാസത്തിനിടെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്ത രോഗികളും പ്രായമായവരും ഒരു ഡോസ് കൂടി സ്വീകരിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മത്തിക്ക് പൊന്നും വില 400 തൊട്ടു. വറുതിയിൽ കേരള തീരം. മീനുകളെല്ലാം എങ്ങോട്ട് പോകുന്നു? മത്തിയുടെ വില കുതിച്ചുയരുന്നു. 100 രൂപയുണ്ടായിരുന്ന മത്തിയുടെ വില 400 രൂപയായി വർദ്ധിച്ചു. എറണാകുളത്തെ ഒരു ഇടത്തരം ഹോട്ടലിൽ 3 മത്തിക്ക് 60 രൂപയായിരുന്നു എങ്കിൽ ഇപ്പോഴത് 2 ചെറിയ മത്തിക്ക് 70 രൂപ, അയലയ്ക്ക് 80 രൂപയും. ട്രോളിംഗ് നിരോധനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മത്സ്യലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്നു. മൺസൂൺ കാലത്ത് ആഴക്കടലിലുള്ള യന്ത്രവൽകൃത ബോട്ടുകളുടെ മത്സ്യബന്ധനം നിർത്തി മത്സ്യലഭ്യത കൂട്ടാനാണ് ട്രോളിംഗ് നിരോധനം. നേരത്തെ 47 ദിവസങ്ങളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 4 വർഷമായി 52 ദിവസങ്ങളിലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം. ഇന്ത്യയിലെ മറ്റു തീരദേശ സംസ്ഥാനങ്ങളിൽ 60 ദിവസമാണ്. ഇൻബോർഡ് ഔട്ട്ബോർഡ് വള്ളങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ സമയത്ത് മത്സ്യബന്ധനത്തിനുള്ള അനുമതി. കേരളത്തിലാകെയുള്ളത് 3800 യന്ത്രവൽകൃത ബോട്ടുകളാണ്. ഇവയിൽ 1000 എണ്ണത്തോളമാണ് കൊച്ചിയിലുള്ളത്. ചെറുതും വലുതുമായ 34,000 മത്സ്യബന്ധന വള്ളങ്ങൾ കേരളത്തിലുണ്ട്. 100,000-ഓളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഈ വള്ളങ്ങളിൽ ജോലി ചെയ്യുന്നത്. ട്രോളിംഗ് നിരോധനകാലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ അളവിൽ മത്സ്യം ലഭിക്കുന്ന സമയമാണ്. ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇതിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനവും തീരക്കടലിൽ അമിതമായി ചൂട് പിടിച്ചതുമാണ്. മത്തി അഥവാ ചാള, അയല, നത്തോലി, വറ്റ ഇവ കേരള തീരത്ത് നിന്ന് അപ്രത്യക്ഷമായെന്നാണ് മുനമ്പത്തെയും വൈപ്പിനിലെയും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒരു തവണ കടലിൽ പോയി വരണമെങ്കിൽ കുറഞ്ഞത് 30,000 രൂപയാണ് ചെലവ്. മണ്ണെണ്ണ കിട്ടാനില്ല. കാര്യമായ സബ്സിഡിയും ലഭിക്കുന്നില്ല. മീനുകൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യമില്ല എന്നതാണ് പ്രശ്നമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. മത്തിക്ക് ജീവിക്കാൻ പറ്റുന്ന ചൂട് 26 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കേരളത്തിൻ്റെ തീരക്കടലിലെ ചൂട് പലപ്പോഴും 28 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാകുന്നു. ഇതിനാൽ വലിയ മത്തികൾ തീരക്കടലിൽ മുട്ടയിട്ട ശേഷം ആഴക്കടലിലേക്ക് തിരികെ പോവുകയാണ്. ഇവിടെ തുടരുന്ന മത്തികൾ ഭക്ഷണം കിട്ടാതെ ചെറുതായി പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന ചെറിയ മത്തികൾ ഭൂരിഭാഗവും തമിഴ്നാട്ടിലേതടക്കം കോഴിത്തീറ്റയ്ക്കും മറ്റുമായി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. കേരളം ഒരു വർഷം കഴിക്കുന്നത് 9.25 ലക്ഷം ടൺ മത്സ്യമാണ്. ഇവിടെ പിടിക്കുന്നതാകട്ടെ 6.45 ലക്ഷം ടണ്ണും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം 2015-ൽ 58 തരം മീനുകളുടെ മിനിമം ലീഗൽ സൈസ് നിശ്ചയിച്ചു. ഇതനുസരിച്ച് മത്തിക്ക് വേണ്ടത് 10 സെൻറ്റിമീറ്ററും അയലയ്ക്ക് 15 സെൻറ്റിമീറ്ററുമാണ്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മത്തി 7-8 സെൻറ്റിമീറ്ററാണ് വലിപ്പം. മീനുകളുടെ ലഭ്യതക്കുറവ് ഏറെക്കാലമായി കേരളത്തിലെ തീരക്കടലിൽ സംഭവിക്കുന്നുണ്ട്. 2012-ൽ ആകെ 8.32 ലക്ഷം ടൺ മത്സ്യമാണ് കേരളത്തിൽ ലഭിച്ചത്. മത്തിയുടെ ലഭ്യതക്കുറവിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വലുതാണെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറയുന്നു. മത്സ്യബന്ധന മേഖലയിലെ ഭൂരിഭാഗം മനുഷ്യരും ഉപജീവനത്തിന് ആശ്രയിക്കുന്ന മത്സ്യമാണ് മത്തി. ഇതിൻ്റെ ലഭ്യത കുറയുന്നത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അത് സാമൂഹികമായും ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടാകാൻ വിഴിഞ്ഞം അദാനിക്കും കേരളത്തിനും നിർണായകം. മലയാളികൾക്കുള്ള ഈ വർഷത്തെ ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖം മാറുമോ? ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിൻ്റെ അനുമതി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞു. കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ 7A അംഗീകാരമാണ് കിട്ടിയത്. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു. റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്ക് കപ്പലിലേക്ക്, അതായത് മദർ വെസലിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖങ്ങൾ. കസ്റ്റംസിൽ നിന്ന് സെക്ഷൻ 8, സെക്ഷൻ 45 അനുമതികൾ കൂടി ലഭിക്കാനുണ്ട്. റോഡ്, റെയിൽ കണക്ടിവിറ്റികളും സജ്ജമാകുന്ന മുറയ്ക്ക് വിഴിഞ്ഞം തുറമുഖത്തിന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കാം. അത് ഈ ഓണത്തിന് മുൻപ് സാധ്യമാകുമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ലോകത്ത് പലയിടത്തും ഭയം. ബാലറ്റ് പേപ്പർ മതി, EVM-നെ തള്ളി അഖിലേഷ് യാദവ്. ഭാവിയിൽ തിരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പർ വഴി നടത്തണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്.
എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അഖിലേഷിൻ്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ EVMകൾ ഉപേക്ഷിക്കണമെന്ന് ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു. പിന്നാലെയാണ് അഖിലേഷ് നിലപാട് വ്യക്തമാക്കിയത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സാങ്കേതികവിദ്യ. എന്നാൽ സാങ്കേതികവിദ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നിർത്തണം. ലോകത്ത് പലയിടത്തും തിരഞ്ഞെടുപ്പുകളിൽ EVM കൃത്രിമത്വം നടക്കുന്നുണ്ടെന്ന് ഭയക്കുമ്പോൾ EVMൽ കൃത്രിമത്വം നടക്കുന്നതിനെക്കുറിച്ച് പ്രമുഖ സാങ്കേതിക വിദഗ്ധർ എഴുതുമ്പോൾ എന്തിനാണ് വീണ്ടും ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത് എന്നും അഖിലേഷ് യാദവ് ചോദിച്ചു. ശുഭദിനം. നന്ദി.